നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ പണക്കാരനാകാനാണോ ഈ വീഡിയോ കാണാനായിട്ട് വന്നത്? എങ്കിൽ അതിനുള്ള നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ വീട്ടിലിരുന്ന പണക്കാരനാവില്ല കേട്ടോ. അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം. ഈ നാട്ടിലുള്ള ഈ ലോകത്തുള്ള ബിസിനസ്സുകാരെല്ലാം രണ്ട് ടൈപ്പിലാണ്. ഇപ്പം രണ്ട് ടൈപ്പ് എന്നല്ല, ഒരുപാട് പണക്കാരനാവാനുള്ള മാർഗങ്ങൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഈ രണ്ട് രീതി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു പണക്കാരനാവാം. ചിലർ ലോട്ടറി എടുക്കുന്നവരായിരിക്കാം, എങ്കിലും ആ ലോട്ടറി എടുക്കാനായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ വേണ്ടേ? അത് ലോട്ടറി ഒരു സ്വപ്നം കാണുന്ന ഏർപ്പാടാണ്, അത് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ശരിയായിട്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ശരിയായിട്ടുള്ള ബിസിനസ് എന്നല്ല, നിങ്ങൾക്ക് പണക്കാരാവാനുള്ള രണ്ട് ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോൾഡ് സിൽവർ, അതായത് സ്വർണം വെള്ളി വാങ്ങിച്ചു വെക്കുക. വില കുറയുമ്പോൾ വാങ്ങിച്ചു വെക്കുക, വില കൂടുമ്പോൾ വിൽക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്നത്തെ 1 കിലോ വെള്ളിയുടെ വില എന്ന് പറയുന്നത് 2,40,000 രൂപയാണ്. അത് 2 മാസം മുമ്പ് 4,20,000 രൂപയായിരുന്നു 1 കിലോ വെള്ളിയുടെ വില. ഇന്ന് വെള്ളി വില താഴ്ന്നാണ് നിൽക്കുന്നത്. സ്വർണത്തിൻ്റെ വില 1,32,30,000 രൂപയാണ് ഇന്നത്തെ റേറ്റ്. അത് കുറച്ച് ദിവസം മുമ്പ് 1,40,00,000 രൂപയ്ക്ക് അടുത്തായിരുന്നു 1 കിലോ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത്. അത് കൂടും കുറയും, അങ്ങനെയാണ് ഈ സ്വർണവും വെള്ളിയും നിൽക്കുന്നത്. കുറയുന്ന സമയത്ത് നിങ്ങൾ വാങ്ങി വയ്ക്കുകയും കൂടുന്ന സമയത്ത് വിൽക്കുകയും ചെയ്യുന്നതാണ് ഈ സ്വർണം വെള്ളി വാങ്ങി വിൽക്കുന്ന ആ ബിസിനസ്സിലൂടെ ലാഭമെടുക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. സ്വർണത്തിലും വെള്ളിയിലും നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല. ഈ ലോകത്ത് നടക്കുന്ന ഏത് ക്രൈസിസ് സമയത്തും ഈ സ്വർണത്തിന് വില കൂടാറുണ്ട്. കറൻസി ഡൗൺ ആകുമ്പോഴും സ്വർണത്തിന് വില കൂടാം, ലോകത്ത് യുദ്ധം നടക്കുമ്പോഴും സ്വർണത്തിന് വില കൂടും. അതോടൊപ്പം തന്നെ ഈ പെട്രോളിയം ക്രൂഡ് ഓയിൽ വില കൂടുമ്പോഴും ഈ സ്വർണത്തിന് വില കൂടും. അങ്ങനെ പല സമയങ്ങളിലായിട്ട് ഈ സ്വർണത്തിനും വെള്ളിക്കും വില കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ കുറയുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുകയും കൂടുന്ന സമയത്ത് വിൽക്കുകയും ചെയ്താൽ നല്ല ലാഭമെടുക്കാനായിട്ട് ഈ സ്വർണം വെള്ളി എന്നീ ലോഹങ്ങളിൽ നിങ്ങൾ പണം മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. രണ്ടാമത് ഞാൻ പറയുന്ന ഐഡിയ ആണ് മറ്റുള്ളവരുടെ കഴിവിനെയും ബുദ്ധിയെയും വിറ്റ് കാശാക്കിക്കൊണ്ട് പണം സമ്പാദിക്കുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ റിലയൻസിൻ്റെ മുതലാളിയായിട്ടുള്ള മുകേഷ് അംബാനി, റിലയൻസ് കമ്പനി ഒരു റിഫൈനറി നടത്തുന്നുണ്ട്. ഗുജറാത്തിലൊരു വലിയ പെട്രോളിയം കമ്പനി നടത്തുന്നുണ്ട്. പക്ഷെ അവിടുത്തെ എന്തെങ്കിലും ജോലി ഈ മുകേഷ് അംബാനിക്ക് അറിയുമോ? അറിയില്ല. ഒരു ജോലി ചെയ്യാനും അയാൾക്കറിയില്ല. അയാൾക്കറിയാം ഇവിടെ ഒരു റിഫൈനറി തുടങ്ങിയാൽ എണ്ണ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് എണ്ണ വിൽക്കാം. അപ്പോൾ ഈ രാജ്യത്ത് എണ്ണ വിൽക്കാനും ഈ രാജ്യത്ത് റിഫൈനറി തുടങ്ങാനും അയാൾ ആലോചിച്ചു. അവിടെ ജോലിക്കാരെ പർച്ചേസ് ചെയ്യണം. അവിടെ ജോലി ചെയ്യേണ്ട ഓരോ ആളുകളെയും മുകേഷ് അംബാനി റിക്രൂട്ട് ചെയ്തുകൊണ്ട് റിഫൈനറി തുടങ്ങുന്നു. അയാൾ വീട്ടിലിരിക്കുന്നു അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്നു. എല്ലാ ജോലികളും ജോലിക്കാരാണ് ചെയ്യുന്നത്. അവരുടെ കഴിവിനെയും ബുദ്ധിയെയും വിൽക്കുക എന്നല്ല, ആ കഴിവിനെയും ബുദ്ധിയെയും ഇവിടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടാണ് അയാൾ സമ്പന്നനാവുന്നത്. അതായത് മറ്റുള്ളവരുടെ ബുദ്ധിയെ കഴിവിനെയും അയാൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പണക്കാരനാവുകയാണ് ചെയ്യുന്നത്. റിഫൈനറി നിങ്ങൾ തുടങ്ങണം എന്നല്ല ഞാൻ പറയുന്നു. ഒരു ചായക്കട തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും, ചായ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും, പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല. അതറിയുന്ന നല്ല കഴിവുള്ള നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ആളെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഹോട്ടൽ നടത്താം, ഒരു ചായക്കട തുടങ്ങാം. അവിടെയും നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ബുദ്ധിയെയും കഴിവിനെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പണമുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്.
ഈ ലോകത്തുള്ള എല്ലാ ബിസിനസ്സുകാരും അത് തന്നെയാണ് ചെയ്യുന്നത്. അവർ എല്ലാത്തിനും ആള് വെക്കും, മാനേജറെ വെക്കും, ഓരോ ജോലി ചെയ്യാൻ ഓരോ ആളുകളെ വെക്കും. അവരെല്ലാം അവരുടെ ബുദ്ധിയെയും കഴിവിനെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു സാമ്പത്തികം രൂപപ്പെടുന്നു, സാമ്പത്തികം കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് സമ്പന്നനാവുന്നു. ഈ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ചെറിയ രീതിയിലും തുടങ്ങാം, വലിയ രീതിയിലും തുടങ്ങാം. നിങ്ങൾക്ക് 10 ഗ്രാം സ്വർണം വാങ്ങിക്കാം, അല്ലെങ്കിൽ 1 കിലോ സ്വർണം വാങ്ങിക്കാം. 100 ഗ്രാം വെള്ളി വാങ്ങിക്കാം, അല്ലെങ്കിൽ 1 കിലോ വെള്ളി വാങ്ങിക്കാം, അല്ലെങ്കിൽ 10 കിലോ വെള്ളി വാങ്ങിക്കാം. കൂടുന്ന സമയത്ത് വിൽക്കുകയും കുറയുന്ന സമയത്ത് വാങ്ങുകയും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിഫൈനറി തുടങ്ങാം, അല്ലെങ്കിൽ ചായക്കട തുടങ്ങാം. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തുടങ്ങാം. ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ച് അറിയും. ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ നല്ല കഴിവുള്ള ജോലിക്കാരെ വെച്ചുകൊണ്ട് അവരുടെ കഴിവിനെയും ബുദ്ധിയെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. അതേപോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലും, സ്വർണവും വെള്ളിയും നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് വാങ്ങിക്കൊണ്ട് കൂടിയ സമയത്ത് വിൽക്കുകയും ചെയ്യാം. അങ്ങനെ ഈ 2 ഐഡിയ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു പണക്കാരനാവാം.